തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. കെട്ടിച്ചമച്ച കേസാണെന്ന് ആന്റണി രാജുവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രോസിക്യൂഷൻ വാദം. ശിക്ഷ റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വിശദീകരണം തേടിയത്. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, എന്തായാലും ആന്റണി രാജുവിന് പങ്കുണ്ടെന്ന് ആവർത്തിക്കുകയാണ് പ്രോസിക്യൂഷൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് സർക്കാരിനോട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആന്റണി രാജുവിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ കേസെടുത്തത് എന്നത് സംബന്ധിച്ചായിരുന്നു കോടതിയുടെ ചോദ്യം. അതോടൊപ്പം തന്നെ ആന്റണി രാജു ഈ തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നു. ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഓസ്ട്രേലിയൻ പൗരന് ഇത് കൈമാറി. ഈ ഓസ്ട്രേലിയൻ പൗരൻ്റെ ഈ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നോ എന്ന് കോടതി ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ഇതിൽ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ആന്റണി രാജുവിനെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസെടുത്തത്. തൊണ്ടി മുതൽ തിരിമറി നടത്തി എന്നത് സംബന്ധിച്ച അടിസ്ഥാനരഹിതമാണ് ആരോപണം എന്ന ആന്റണി രാജുവിൻ്റെ വാദം തെറ്റാണ്. കൃത്യമായ തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികളും അതോടൊപ്പം തെളിവുകളും അടക്കമാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, കോടതി ഈ സെഷൻസ് കോടതി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശിക്ഷിച്ചത്. അതുകൊണ്ട് ശിക്ഷ റദ്ദാക്കണം, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ MLA ആയതുകൊണ്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ടു, തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള വാദങ്ങളിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് ആന്റണി രാജുവിൻ്റെ ഹർജി തള്ളണം എന്നൊരാവശ്യം പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒന്നാം പ്രതി, അതായത് ഈ കേസിലെ മയക്കുമരുന്നുമായി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ്റെ മൊഴി രേഖപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ കോടതിയിൽ കൃത്യമായ വിശദീകരണം പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ല. കൃത്യമായ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പ്രതിയോട് ചോദിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഏതായാലും അടുത്ത ദിവസം തന്നെ കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.